രണ്ട് സുഹൃത്തുക്കൾ അരുൺ സച്ചിൻ. ഈ അരുണിന് പൊതുവെ കുറച്ച് റിസ്ക് എടുക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. റിസ്ക് തീരെ എടുക്കാൻ താല്പര്യമില്ല. റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്ന പുള്ളിക്ക് മാർക്കറ്റിന്റെ ചാഞ്ചാട്ടം ഫേസ് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. പുള്ളിക്ക് പുള്ളി ഒരു 10 വർഷ കാലയളവിലേക്ക് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് എഫ് ഡിയിലാണ്. അപ്പോൾ ബാങ്ക് എഫ് ഡിയിൽ ഏകദേശം 7% റിട്ടേൺ കിട്ടുന്ന വിധത്തിൽ. ഇപ്പൊ മറുസൈഡിൽ സച്ചിൻ കുറച്ചുകൂടി ഒരു മോഡറേറ്റ് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സച്ചിനെ പറഞ്ഞ ഒരു 10 വർഷ കാലയളവിലേക്ക് പുള്ളി നിക്ഷേപിക്കുന്നത് നിഫ്റ്റി 50, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ടോപ്പ് 50 കമ്പനീസിന്റെ ഒരു മിക്സ് അതിന് ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഫണ്ടിന്റെ അതിനകത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പൊ ഇതിൽ ഈ 10 വർഷം കഴിഞ്ഞിട്ട് സച്ചിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 12% ആണ്. അതേ സമാന കാലയളവിൽ 10 വർഷം കഴിഞ്ഞിട്ട് അരുണിന് കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് ഒരു 7% ആണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ 10 വർഷം കഴിഞ്ഞ് രണ്ടുപേരും റിട്ടേൺസ് കമ്പയർ ചെയ്യുമ്പോൾ അരുൺ നോക്കുമ്പോൾ സച്ചിന് അരുണിന് കിട്ടിയതിനേക്കാൾ ഒരു 5% എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ 5% എന്ന് പറയുന്നതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസര നഷ്ടം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളൊരു ഇപ്പൊ സമാന കാലയളവിൽ വ്യത്യസ്തമായ ഒരു അസറ്റ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന റിട്ടേൺ, നമുക്ക് നഷ്ടമായ ഒരു അവസരത്തിന്റെ റിട്ടേൺ, അതാണ് അവസര നഷ്ടം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുന്ന അരുണിന് 5% ആണ് ഇപ്പോൾ സച്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഈ ഒരു കഥയിലേക്ക് ഞാൻ ഒരു വേരിയബിളും കൂടെ ആഡ് ചെയ്യാം. വേരിയബിൾ ഞാൻ ആഡ് ചെയ്യുന്നത് ആനുവൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വാർഷിക വിലക്കയറ്റം. വാർഷിക വിലക്കയറ്റം ഒരു 10 വർഷം എനിക്ക് നേരിട്ട് ഒരു 7% ആണെന്ന് വെക്കുക ഓൺ ആൻ ആവറേജ്. അപ്പോൾ ഈ റിട്ടേണിന്റെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ റിട്ടേൺ എത്രത്തോളം മാറും നോക്കിയാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നോമിനൽ ആയിട്ടുള്ള റിട്ടേൺ ആണ്. അതായത് അരുണും സച്ചിനും കിട്ടിയിരിക്കുന്ന 7%, 12% എന്ന രണ്ട് റിട്ടേൺസ്, അത് നാമമാത്രമായ റിട്ടേൺ. മലയാളവൽക്കരിച്ചാൽ നോമിനൽ എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാത്ത റിട്ടേൺ എന്നുള്ളതാണ്. ഇനി നമ്മൾ റിയൽ റിട്ടേൺ, അതായത് ശരിക്കുള്ള റിട്ടേൺ കണക്കാക്കുമ്പോൾ നമ്മൾ ആ പറഞ്ഞ ഇൻഫ്ലേഷൻ കുറയ്ക്കണം. ഇപ്പൊ ഇൻഫ്ലേഷൻ 7% കുറച്ചാൽ അരുണിന്റെ റിട്ടേൺ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. 7 - 7. പിന്നെ അപ്പൊ സച്ചിന്റെ നോക്കുമ്പോൾ 12 - ഈ പറഞ്ഞ 7 കുറച്ചാൽ ഒരു 5% റിയൽ റിട്ടേൺ സച്ചിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്? അപ്പൊ നമ്മൾ ഇൻഫ്ലേഷൻ കണക്കാക്കുമ്പോഴുള്ള റിട്ടേൺ ആണ് ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള റിട്ടേൺ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. റിയൽ ടേംസിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ വിലക്കയറ്റം നമ്മൾ കണക്കിലെടുത്താൽ ഈ പറഞ്ഞിരിക്കുന്ന സേഫർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിചാരിച്ച ബാങ്ക് എഫ് ഡി 7% റിട്ടേണിൽ ഈ അരുൺ എന്ന നിക്ഷേപത്തിന് ശരിക്കും കൊടുത്തത് 0% ഗ്രോത്ത് ആണ്. 0% റിട്ടേൺ റിയൽ ടേംസിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ ഇത് ഒരു സാമാന്യം ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് ആണ്. സാധാരണഗതിയിൽ ഇപ്പൊ നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യുന്നത് നോമിനൽ ടേംസിലായിരിക്കും. അതായത് ഇൻഫ്ലേഷൻ